അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം എല്ലാവർക്കും. അപ്പൊ നമ്മളൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. സോ ഒരു ഡേ ഇൻ ലൈഫ്, ഒരു പ്രൊഡക്റ്റീവ് ഡേ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇതിന് വിളിക്കാം. സോ നമ്മൾ എന്താന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സോ ഞാൻ ഒറ്റക്കാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് നമുക്ക് കുറച്ച് ചില്ലാവാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അത്ര വലിയ മേക്കപ്പ് സംഭവമൊന്നുമല്ല. ജസ്റ്റ് ലിപ്സ്റ്റിക്, അതുപോലെ ഐലൈനർ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, ഐറ്റംസ്. പിന്നെ നമ്മുടെ മെയിൻ ജ്വല്ലറീസും കാര്യങ്ങളും. പിന്നെ ഇതൊക്കെ കുറച്ച് ക്യൂട്ട് ഐറ്റംസ് ആണല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും പുറത്ത് പോവാണല്ലോ. അപ്പോൾ നമുക്കൊന്ന് ഒന്ന് ഒരുങ്ങിയിട്ട് തന്നെ പോകാമെന്നേ. അപ്പോൾ ഇതിലൊക്കെയാണ് ഞാൻ കുറച്ചും കൂടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറ്. റിങ്സ് ഇടണേലും ഒക്കെയാണ്. കാരണം ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ അങ്ങനെ അതൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം അല്ലേ. പക്ഷേ പോണതിന് മുന്നേ ചെറിയൊരു പരിപാടി കൂടി ഉണ്ട്. എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ ബാംഗിൾ ഇടാന്ന് വിചാരിച്ചിട്ടോ. പിന്നെ എനിക്ക് തോന്നി ഓക്കെ കുറച്ച് ഓവർ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അവിടെ തന്നെ വെച്ചു. അതിട്ടപ്പോൾ എന്തോ എന്താ പറയുക, ആനക്ക് വളട്ട പോലത്തെ ഒരു ഫീല്. സോ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു ഗൈസ്. പിന്നെ നമ്മൾ മെയിൻ ഐറ്റം ജേർണലിങ് ഐറ്റംസ്. ഞാൻ എവിടെ പോവാണെങ്കിലും ഞാൻ കൊണ്ടുപോകുന്ന ഒരു ഐറ്റമാണ് ഈ ജേർണലിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ജേർണലിങ് ചെയ്യാനുള്ള ചെറിയ ചെറിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഒരു പൗച്ചിലോ അല്ലെങ്കിൽ ചെറിയ എൻ്റെ ബാഗിലോ ഒക്കെയാണ് വെക്കാറുണ്ട്. സോ ഈ പെന്നൊക്കെ എന്തിനാണ് വെക്കുന്നത് വെച്ചാൽ വേണ്ട, ജസ്റ്റ് ഒരു ഭംഗിക്ക് മാത്രം. ഞാൻ ഇതൊന്നും ചിലപ്പോൾ യൂസ് ചെയ്യുക പോലുമില്ല. പക്ഷെ എന്നാലും അതിലെനിക്കിങ്ങനെ കാണുമ്പോൾ അതൊരു രസമാണ്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് കേട്ടോ. അവിടെ പോയിട്ട് നമുക്ക് ജേർണലിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ എവിടെ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ജസ്റ്റ് വെറുതെ പെരിന്തൽമണ്ണ വരെ ജസ്റ്റ് ഒരു മാളിൽ പോയിട്ട് വെറുതെ ഒന്ന് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയി കറങ്ങി. പിന്നെ പെരിന്തൽമണ്ണ നമ്മുടെ മാർക്കറ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു മാളുണ്ട് അവിടെ മിനിസോ വന്നിട്ടുണ്ട്. സോ ഞാൻ എപ്പോഴും പോകുന്ന ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ അത്. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അവിടെ മിനിസോ വന്ന സ്ഥിതിക്ക് നമ്മളതൊന്ന് വിസിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കടമയല്ലേ. നമ്മുടെ നാട്ടിലെ ആ ഭാഗത്തൊക്കെ നമ്മൾ ഇങ്ങനത്തെ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉള്ള സ്റ്റോർ വരുമ്പോൾ നമ്മളത് വിസിറ്റ് ചെയ്യണമല്ലോ. ഓക്കെ. പക്ഷെ ഞാൻ ഒന്നും മേടിക്കൊന്നുമില്ല കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ ആകെ 500 റുപ്പീസേ ഉള്ളൂ. അപ്പം അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ പുറത്ത് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചിലവ് ചുരുക്കിയിട്ട് വേണം നമുക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഓക്കെ. ഇത് എന്താ പറയുക, നമ്മൾ ഷോപ്പിംഗ് വ്ളോഗൊന്നുമല്ല. ഷോപ്പിങ്ങിൻ്റെ കുറേ സംഭവങ്ങൾ നമുക്ക് കാണിച്ചു തരാം. പക്ഷെ നമ്മളൊന്നും മേടിക്കാൻ പാടില്ല. നമ്മൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൈൻഡിൽ. നമ്മളൊന്നും മേടിക്കില്ല. കാരണം മേടിക്കാൻ പൈസ അല്ല. അതുകൊണ്ട് നമ്മൾ മേടിക്കില്ല എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ബാഗിൽ എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ സ്കൂട്ടിയിലാണ് പോണത് കേട്ടോ. കാരണം കുറേ കാലമായി സ്കൂട്ടിയിലൊന്ന് ട്രിപ്പ് അടിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ സ്കൂട്ടിയിൽ പോയിട്ട് സെറ്റാക്കണം എന്നുള്ളത്. ഓക്കെ. അപ്പോൾ എന്തായാലും പോവാം. അപ്പോൾ അങ്ങനെ സ്കൂട്ടിയൊക്കെ സെറ്റാക്കി. പിന്നെ നമ്മളെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ബോറടിക്കണ്ടല്ലോ വിചാരിച്ചിട്ടും കൂടിയാണ് കേട്ടോ ഞാൻ പുറത്ത് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ വാതിലൊക്കെ പൊട്ടി സെറ്റ് ചെയ്ത് പിന്നെ സ്കൂട്ടി മറ്റുള്ള വ്ളോഗൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു. ബട്ട് സ്റ്റിൽ ഞാൻ സ്കൂട്ടി ഓടിച്ചുമ്പോൾ വീഡിയോ എടുത്താൽ ഞാൻ അത്ര വലിയ പ്രോ അല്ല, ചിലപ്പോൾ താഴെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ചെറിയ ഷോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വണ്ടി പെട്ടെന്ന് തന്നെ പെരിന്തൽമണ്ണ എത്തിയില്ലേ, കണ്ടോ, സ്റ്റാർട്ടാക്കി. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലും കൂടി കയറിയിട്ടോ. കാരണം പോണ വഴിയിലാണ് ഉമ്മാൻ്റെ വീട്. സോ അവിടെ ഉമ്മമാനെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വിശേഷം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ടോ. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കുമ്പോഴല്ലേ നമുക്കതൊരു ലൈഫിലൊരു സംഭവം ഉണ്ടാവുള്ളൂ. ഉമ്മമ്മ കണ്ടിട്ട് മമ്മ ഓ മൈ ഗോഡ് ഇതിപ്പോൾ എപ്പോൾ വന്നു അത് അന്തം വിട്ടു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കായിരുന്നു. ഫുഡൊക്കെ വേണമെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ അതത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന ഇതിൽ ഒരു മയിലിനെ കണ്ടിട്ടോ. നല്ല പീലുള്ള മയിലായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാം. അതിൻ്റെ ചെറിയൊരു ഷോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പം അങ്ങനെ അവിടുന്ന് നേരെ വിട്ടു പെരിന്തൽമണ്ണയ്ക്ക് കേട്ടോ. സോ ഇവിടെ ചെറിയ റോഡായതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അതത്രേ ക്ലിപ്പ് എടുത്തിട്ടുള്ളൂ. കാരണം ഞാൻ അത്ര പ്രോ അല്ല, ഞാൻ പറഞ്ഞല്ലോ. ഞാൻ മെയിനായിട്ട് പോയത് ബുക്ക് വായന സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സോ ഒരു ഹാബിറ്റ് തുടങ്ങുന്നത് നല്ലതല്ലേ റീഡിങ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ ഞാൻ മേടിക്കണം വിചാരിച്ച ബുക്ക് മറ്റേ ഖദീജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണല്ലോ, ആ ബുക്ക് മേടിക്കണം വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ അതെന്തോ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നോക്കിയ ശേഷം എനിക്കൊന്നും, കാരണം ഫസ്റ്റ് നമ്മൾ ബുക്ക് വായിച്ചിട്ട് ആരെങ്കിലും പറഞ്ഞാലല്ലേ നമുക്ക് ഇന്ന ബുക്ക് മേടിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ലാസ്റ്റ് ഒരു യൂദാസിൻ്റെ വാഹനം എന്തോ സംഭവം കിട്ടി, സുവിശേഷതകളും അങ്ങനെ എന്തോ ഒരു സംഭവം. അത് കണ്ടപ്പോൾ ആ പിക്ചർ, അതിൻ്റെ കവർ പിക്ചർ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പം അതുകൊണ്ട് അതെടുത്ത് പോന്നു. പിന്നെ ഇത് എടുമാട്ടാണ് കേട്ടോ. അപ്പം എടുമാട്ടായതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സ്റ്റേഷനറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ വെറുതെ അവിടെ എല്ലായിടത്തും ഒന്ന് കറങ്ങി.
പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും എന്താ പറയുക ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വലിയ വലിയ ക്ലിപ്സും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ചെറിയ ചെറിയ അവിടെ ഇവിടെ ഒക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ആവശ്യമുള്ളപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാണും നോക്കി. പക്ഷേ എനിക്കും ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല ഗൈസ്. വെറുതെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ നമ്മൾ എന്താ തീരുമാനിച്ചിരിക്കണം, നമ്മളൊന്നും അനാവശ്യമായിട്ടൊന്നും ചിലവാക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കോസ്റ്റ് കുറച്ചിട്ടുള്ള സംഭവം. അപ്പോൾ ഈ ബുക്ക് മേടിച്ചു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എന്താ കീച്ചെയിൻ ഉണ്ടാക്കുന്ന റിങ്സിൽ അത് മേടിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ അതങ്ങനെ 200 റുപ്പീസായി അത് രണ്ടും കൂടി. അപ്പോൾ നമ്മൾ 500ൽ 200 മൈനസ്. ഓക്കെ, സാരില്ല, കുഴപ്പമില്ല. ഇനി നമുക്ക് മാർക്കറ്റ് സിറ്റിയിൽ പോവാം. ഇവിടെ പോയപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ, എന്തോ ഭാഗ്യത്തിന്. കുറച്ചേരം മഴ പെയ്തു. പിന്നെ ഒക്കെ ഞാൻ കോട്ടൊക്കെ ഇട്ടിട്ടാണ് പോയത്. നമ്മളൊക്കെ സെറ്റപ്പ് ആയിട്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടു, ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ മിനീസുമാണ് കണ്ടത്. അതുകൊണ്ട് നേരെ അതിനുള്ളിലേക്ക്. ഇത് ചെറിയ മിനീസുമാണ് കേട്ടോ, അത്ര വലിയ കളക്ഷൻസും കാര്യങ്ങളൊന്നും എനിക്ക് കണ്ടില്ല. പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാട്ടോ മിനീസോയിൽ പോയപ്പോൾ കണ്ടത്. സാനിറ്റൈസറാണ് അത്. ഓക്കെ, അപ്പം അത് കണ്ടപ്പോൾ കുറച്ച് നേരം നോക്കി. പക്ഷെ എന്നാൽ ഒടിഞ്ഞ റേറ്റാണ് ഗൈസ്, നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല. പിന്നെ ഞാൻ വിചാരിച്ചു മിനിസോയിൽ കയറിയ സ്ഥിതിക്ക് എന്താ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് മേടിക്കണം എന്നുണ്ടായിരുന്നു, ചെറിയ എന്തെങ്കിലും ഒരു സംതിങ്. അപ്പോൾ ഞാൻ കുറേ നോക്കി ഈ കപ്പ് മേടിച്ചാലോ നോക്കി. പക്ഷെ റേറ്റ് കണ്ടപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചു. പിന്നെ മിനിസോയിൽ എന്താ എല്ലാം റേറ്റ് കൂടിയ സാധനങ്ങളൊന്നും അല്ല കേട്ടോ, റേറ്റ് കുറഞ്ഞ സാധനങ്ങളും ഉണ്ട്. ഈ സാധനം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ഖത്തറത്തെ മിനിസോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 350 റുപ്പീസാണ് അതിന് കാണിക്കുന്നത്. ഞാൻ അവിടെ നിന്നും ഏകദേശം ഒരു 10-15 റിയാൽ അങ്ങനെ എന്തോ ആണ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഓർഗനൈസേഴ്സ് കണ്ടു കേട്ടോ. ചില ഓർഗനൈസേഴ്സിനൊക്കെ റേറ്റ് കുറവുണ്ട്. ഇതിനൊക്കെ എത്ര 170 ആണെന്തോ ഉള്ളൂ കേട്ടോ. അതൊക്കെ വലിയ കുഴപ്പമില്ല തോന്നുന്നു. പിന്നെ ഈ ട്രോളി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ട്രോളി ഉണ്ട്. അപ്പം വെറുതെ നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെറുതെ നമ്മൾ മേടിക്കാൻ പാടില്ലല്ലോ, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കുക. ഓക്കെ, അതുകൊണ്ട് ഞാൻ അതവിടെ തന്നെ വെച്ചു. പിന്നെ മിറർ കണ്ടാൽ പിന്നെ നമ്മൾ വിടാറില്ല. അപ്പോൾ അതിലും കുറച്ച് പട്ടിഷോ കാണിച്ചു. അങ്ങനെ വേറെയും കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെനിക്ക് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനെത്ര 200 റുപ്പീസ് നടക്കൂല മോനെ. അങ്ങനെ ലാസ്റ്റ് ഇത് കണ്ട്, ഇതിന് എത്ര 60 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, ഇതെങ്കിൽ അത് മേടിച്ചു. കാരണം എനിക്ക് മിനിസോൻ്റെ ഒരു ബില്ല് വേണമായിരുന്നു. എന്തിനാണെന്നല്ല, ഇത് ജേണലിങ് ചെയ്യാൻ വേറെ ഒന്നിനല്ല ഗൈസ്. അപ്പോൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് മേടിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മേടിച്ചു പോകും. പിന്നെ കുറച്ച് സംഭവങ്ങൾ അവിടെ മൊത്തത്തിൽ കറങ്ങി. പിന്നെ അവിടെ കുറേ പ്രൊഡക്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മേക്കപ്പ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. ആദ്യം അവരുടെ അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നേരെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റുഡിയോ പോയി കുറച്ച് ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം സ്റ്റുഡിയോ പോയപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ആദ്യം 299 ടീഷർട്ടാണ് നോക്കിയത്. അപ്പോൾ നമ്മളിൽ അത്ര റേറ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്ത് പോയിട്ട് 199 ടീഷർട്ട് നോക്കി. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ അതിൽ നിന്നൊരു ടീഷർട്ട് എടുത്തു. നല്ലൊരു പിൻട്രസ്റ്റി ലെവലുള്ളൊരു വൈറ്റ് ടീഷർട്ട് എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ അതെടുത്തു. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മളെ എമൗണ്ടിൽ നിന്ന് അത്യാവശ്യം കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 100 റുപ്പീസും കൂടി ഉണ്ടാവുള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോൾ ഞാൻ ഈ ടീഷർട്ട് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചതല്ല, ബട്ട് സ്റ്റിൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എടുത്ത്. നമ്മൾ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മൾ എടുക്കണം. പക്ഷേ നമ്മുടെ കയ്യിൽ എത്ര എമൗണ്ട് എന്ന് കൂടി നോക്കിയതിന് ശേഷിട്ടുള്ളൂ കേട്ടോ നമ്മൾ എടുക്കാൻ പറ്റുക. ഇപ്പോൾ ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ എടുത്തില്ല. എന്തുകൊണ്ട്? കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് എടുത്തില്ല. ഓക്കെ, അതുകൊണ്ട് പിന്നെ കുറേ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ബ്ലൂ ആൻഡ് വൈറ്റ് ഈ കോംബോ നല്ല രസമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ ഇത് ഐ തിങ്ക് മിഡിക്കൊക്കെ ഇട്ടാൽ നല്ല അടിപൊളിയായിരിക്കും അല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. അവരിതിൽ ഷോർട്ടാണ് വെച്ചിരിക്കണത്, പക്ഷേ ഐ തിങ്ക് അത് മിഡിക്കൊക്കെ ഇട്ടാൽ നല്ല അടിപൊളിയായിരിക്കും. അങ്ങനെ അവിടെ കുറേ കറങ്ങി ആ ടീഷർട്ട് എടുത്തിട്ട് ഞാനത് ബില്ല് ചെയ്തു കേട്ടോ. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്ക് പോകണം എന്നാണ് വിചാരിച്ചത്. അങ്ങനെ കാരണം ഉച്ചയായിട്ടുണ്ടായിരുന്നു. ഞാനൊരു 11 മണി ആ ടൈമിലാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ. അത് ഇവിടുത്തെ അതൊക്കെ കറങ്ങി ലാസ്റ്റ് എത്തിയപ്പോഴത്തേന് തന്നെ ഒരു 1 o'clock ഒക്കെ ആയിട്ടുണ്ട്, 1:30 ആയിട്ടുണ്ട്, 1 മണി 1:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ വിശക്കാൻ തുടങ്ങിയല്ലോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ആദ്യമൊക്കെ മേടിച്ചിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, അജ്മീർ ബിരിയാണി. ഇവിടെ സ്പെഷ്യൽ അജ്മീർ ബിരിയാണി കിട്ടും, നല്ല അടിപൊളി ടേസ്റ്റാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടം അത്. അപ്പോൾ ആ സാധനം പോയി മേടിക്കാൻ നിന്ന് കേട്ടോ. അതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, ബട്ട് സ്റ്റിൽ എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ചില്ലറ പൈസയും കൂടി ഉണ്ടായതുകൊണ്ട് ഓക്കെ ഞാൻ അതന്നെ മേടിച്ചു. കാരണം ഞാനത് വീട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ അതേ തീരുമാനിച്ചു കൂടാതെ മേടിക്കും എന്നുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എക്സ്ട്രാ വന്ന ഒരു ചിലവ് എന്ന് പറയുന്നത് ആ ടീഷർട്ടാണ്. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല, 200 റുപ്പീസ് അല്ലേ ഉള്ളൂ, അത് നമുക്ക് സെറ്റപ്പ് ആക്കാം.
അപ്പം അങ്ങനെ ഞാൻ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ എത്രയായി ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്താണെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഫുഡ് കഴിച്ചതിന് ശേഷം. ഓക്കെ, അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് പൈസയൊക്കെ നോക്കിയതിന് ശേഷം കുറച്ച് പൈസയൊക്കെ ഉണ്ട്, 100-150 റുപ്യേൻ്റെ ബാക്കി ബാലൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് പോണ വഴിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ജേർണലിങ്ങിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. അപ്പോൾ വെറുതെ ഞാൻ വോയിസ് കൊടുത്തിട്ട് നിങ്ങളെ ചടപ്പിക്കുന്നില്ല. അപ്പോൾ ഓക്കെ, ഇനി ഞാൻ ജേർണലിങ് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാൻ വരാം. ഓക്കെ. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ എന്തെങ്കിലുമൊക്കെ കമൻറ്റും ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ ഗിവ് അവേ ആരും മറന്നിട്ടില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടി പോയി കണ്ടേക്ക് കേട്ടോ. പിന്നെ ഇതെന്താ തല കുത്തനെന്നല്ലേ, എൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണ് ഗൈസ്, അത് സാറാക്കണ്ട. അങ്ങനെ നമ്മൾ ഒരു 2-3 ഒക്കെ ആയപ്പോൾ അവിടുന്ന് പോയിട്ടോ. 2 o'clock-നാണോ 3 o'clock-നാണോ എനിക്ക് ഓർമ്മയില്ല. 5 മണിക്ക് എൻ്റെ മോൻ വരും സ്കൂൾ വിട്ടിട്ട്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് വീട്ടിലെത്തണം എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു 3 o'clock ആയപ്പോഴൊക്കെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പിന്നെ വഴിയിൽ എന്തെങ്കിലും ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രശ്നമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് പോവാം. കാരണം പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാറില്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്ര പ്രോ അല്ല എന്ന്. പോണ വഴിയിൽ നമ്മുടെ പാലട പായസം കണ്ടപ്പോൾ ഓക്കെ, ഇതും എൻ്റെ ഒരു ഡ്രീമിലെ ഒരു ഐറ്റമാണ് പാലട എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലല്ലേ. അത് പോണ വഴിയിൽ ഒരു ഗ്ലാസ് മേടിച്ചിട്ട് ഉമ്മമാക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് ഉമ്മമാക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ അവിടുന്ന് നേരെ വീട്ടിലേക്ക്. അങ്ങനെ ലാസ്റ്റ് ഫൈനലി ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് ഗാർഡൻ ഐറ്റംസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, ഇതൊക്കെ എൻ്റെ വീട്ടിലുള്ള മെമ്പേഴ്സ് ചെയ്തു വെച്ച സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.